ഗൗളി ജന്മം ഗ്രേസി. പുരുഷാധിപത്യ സമൂഹം അത് സ്ത്രീയിലെ അടിച്ചേൽപ്പിക്കുന്ന അലിഖിത നിയമങ്ങളും ആ നിയമങ്ങളുടെ ചുവട് പിടിച്ച് അവൾ അനുഭവിക്കേണ്ടി വരുന്ന യാതനകളും വളരെ വൈദഗ്ധ്യത്തോടുകൂടി കൈകാര്യം ചെയ്യുകയാണ് ഗ്രേസി എന്ന എഴുത്തുകാരി ഈ കഥയിലൂടെ. പലപ്പോഴും പുരുഷൻ്റെ കണ്ണിലൂടെ സ്ത്രീയുടെ പ്രശ്നങ്ങളെ നോക്കിക്കാണുമ്പോൾ അതൊന്നും വേണ്ട വിധത്തിൽ അതിൻ്റെ അടിവേരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാറില്ല. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്ത്രീ തന്നെ സ്ത്രീയുടെ പ്രശ്നങ്ങളെ വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്ന കാഴ്ച നമുക്ക് ഈ കഥയിൽ കാണാനായിട്ട് പറ്റും. ആക്ഷേപഹാസ്യത്തിൻ്റെ ചുവട് പിടിച്ചാണ് കഥ മുന്നേറുന്നത്. പരിഹാസത്തിലൂടെ സാമൂഹ്യ പരിവർത്തനം എന്നുള്ള നമ്മൾ കുഞ്ചൻ നമ്പ്യാരിൽ കണ്ടിട്ടുള്ള ആ ഒരു ലക്ഷ്യം അത് ഗ്രേസിയുടെ ഗൗളി ജന്മം എന്ന് പറയുന്ന കഥയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി കഥയിലേക്ക് പോവാം. അപ്പം നഗരത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരാശുപത്രിയിൽ 2 ഗൗളികളുണ്ടായിരുന്നു. ഒരാൺഗൗളിയും ഒരു പെൺഗൗളിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആശുപത്രി ജീവിതം എന്ന് പറയുന്നത് തന്നെ യാതനാനിർഭരമാണ്. അപ്പോൾ ഈ യാതനാനിർഭരമായിട്ടുള്ള ആശുപത്രി ജീവിതം ഒരു തുടർ നാടകം പോലെ കണ്ട് വിഷണ്ണരായി തീർന്ന അവർ അത് കണ്ട് ഒരുപാട് സങ്കടങ്ങളോടുകൂടി ഇരിക്കുന്ന അവർ ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പ് ചിന്തയെറിഞ്ഞുകൊണ്ട് ദാമ്പത്യത്തിലേക്ക് കടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിതം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നറിയുമ്പോഴും നമ്മളും സാധാരണ ചെയ്യുന്ന ഒരു കാര്യം, എത്രയൊക്കെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ വീണ്ടും പിന്നെ എന്തൊക്കെ തന്നെ തിരിച്ചു പോകുന്നുണ്ട്. പുതുതലമുറയെ ദാമ്പത്യ ജീവിതത്തിലേക്ക് നയിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം അതേപോലെയാണ് ഗൗളി ജന്മത്തിൽ ഗ്രേസി പറയുന്നത്. അത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടെങ്കിലും ആക്ഷേപഹാസ്യം ആണ് അവിടെ ശരിക്കും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവരും വീണ്ടും ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു എന്ന് പറയും. അപ്പോൾ ആസക്തി പെയ്തൊഴിഞ്ഞപ്പോൾ തെളിഞ്ഞ കണ്ണുകളോടെ അവർ മുറിയാകെ നിരീക്ഷിക്കുക. 2 ഗൗളികളാണ്, ഒരാൺഗൗളി ഒരു പെൺഗൗളി. അപ്പോൾ അവശനായിട്ട് ആശുപത്രിയിലാണ് അവരുടെ താമസം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ആശുപത്രി മുറിയിലുള്ള കാഴ്ചകളെയാണ് പറയുന്നത്. അപ്പോൾ അവശനായി കിടക്കുന്ന യുവാവ്, അവൻ്റെ കാൽക്കീഴിലിരിക്കുന്ന യുവതിയും അപ്പോഴും ഒരു നിശ്ചല ദൃശ്യം തന്നെയായിരുന്നു. യുവതിയുടെ കണ്ണുകളിലെ ഹൃദയത്തെയും ഊർന്നു മുറിക്കുന്ന ഒരു ശൂന്യത കണ്ട് ആൺഗൗളി അസ്വസ്ഥനായി 2 പാതുകങ്ങളുടെ കുളമ്പടി ശബ്ദം കേട്ട് അവൻ്റെ ശ്രദ്ധ മുറിയുടെ വാതിൽക്കലേക്ക് തെന്നി. ഇരുട്ട് കുത്തനെ പതിച്ച പോലെ മുറിയിലേക്ക് കടന്ന സന്ദർശകയെ കണ്ട് ആൺഗൗളി പെൺഗൗളിയോട് പറഞ്ഞു. അപ്പോൾ ആശുപത്രി കിടക്കയിൽ കണ്ട കാഴ്ചയാണ് നമ്മളോട് പറഞ്ഞത്. ഒരു യുവാവ് വയ്യാതെ കിടക്കുന്നുണ്ട്, തൊട്ടടുത്ത് ഒരു യുവതി ഇരിക്കുന്നുണ്ട്, അയാളുടെ ഭാര്യ. അപ്പോൾ യാതൊരു വികാരങ്ങളും ഇല്ലാതെ ഏത് സമയവും കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ രംഗം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മുറിയിലേക്ക് ഒരു സന്ദർശകൻ കയറി വരുന്നത്. അപ്പോൾ ആൺഗൗളി പെൺഗൗളിയോട് പറയാം, നോക്കൂ, ആ പെൺപിറന്നവർക്ക് ചാകാൻ കിടക്കുന്ന ഈ ചെറുപ്പക്കാരനോടോ അവൻ്റെ സുന്ദരിയായ ഭാര്യയോടോ തെല്ലും അനുതാപമോ കാരുണ്യമോ ഇല്ല. രോഗമില്ലാത്തവൻ രോഗിയെ സന്ദർശിക്കുന്നത് തൻ്റെ ആരോഗ്യ തരംഗം കൊണ്ട് ആ പാവത്തെ വശകേടിലാക്കാനാണ്. സ്വൈരമായി ചാകാൻ കൂടി സമ്മതിക്കില്ല ഈ വർഗം. സന്ദർശകൻ മൊഴിയുന്നത് ചെവിയോർത്താൽ നിനക്കത് മനസ്സിലാവും. ആൺഗൗളി എല്ലാം തനിക്കറിയാം എന്നുള്ള രീതിയിലാണ് പെൺഗൗളിയോട് സംസാരിക്കുന്നത്. അപ്പോൾ സന്ദർശകയുടെ വരവ് കണ്ടിട്ട് പറഞ്ഞു, ഈ ചെറുപ്പക്കാരനോടോ അയാളുടെ സുന്ദരിയായ ഭാര്യയോടോ അവർക്ക് യാതൊരു താല്പര്യം ഉണ്ടായിട്ടല്ല, തനിക്ക് ആരോഗ്യവും സൗഖ്യമൊക്കെ ഉണ്ട് എന്ന് ഇവരെ കാണിക്കാനാണ് ആ സ്ത്രീ ഇവിടെ വന്നിട്ടുള്ളത്. പൊതുവെ അങ്ങനെയാണ് നമ്മളുടെ ആശുപത്രി സന്ദർശകരൊക്കെ തന്നെ എന്നുള്ള ഒരു കാര്യം, ആ ഒരു വിമർശനവും കൂടി അതിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
എന്നിട്ട് പെൺകൗളിയോട് പറഞ്ഞു, നിനക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്താണ് അവർ പറയുന്നത്. അപ്പോൾ സന്ദർശക ചിത്രത്തിൽ എഴുതിയതുപോലെ ഇരിക്കുന്ന യുവതിയുടെ ചുമലിലെ കൈത്തല മറപ്പിച്ച് നടുവേർപ്പെട്ടു. എൻ്റെ ഒരു കസിൻ ഇതുപോലെ തന്നെ ആക്സിഡൻറ്റിൽപ്പെട്ട് പിന്നെ മഞ്ഞപ്പിത്തം കയറിയാണ് തുലഞ്ഞത്. യുവതിയിൽ പ്രതികരണമൊന്നുമില്ലെന്ന് കണ്ട് ഊറി വരുന്ന നൈരാശ്യം അമർത്തി തുളച്ച് സന്ദർശക തുടർന്നു. സന്ദർശകയുടെ സംഭാഷണം ശ്രദ്ധിക്കാനാണല്ലോ ആൺകൗളി പറഞ്ഞത്. സന്ദർശകയുടെ സംഭാഷണം ഈ രീതിയിലാണ്. നീ തളരരുത് ആരതി, നിനക്ക് ചെറുപ്പമല്ലേ, ജീവിതം ഇതുകൊണ്ടൊന്നും തീർന്നു പോവുകയില്ല. നീ പ്രഗ്നൻറ്റോ മറ്റോ ആണോ? എങ്കിൽ അതങ്ങ് അബോട്ട് ചെയ്യിച്ചേക്കും. ഇക്കാലത്ത് തന്തയില്ലാത്ത ഒരു കുട്ടിയെ വളർത്തിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ മെനക്കേടാ. അപ്പോൾ ഇതാണ് നമ്മളുടെ സന്ദർശകയ്ക്ക് പറയാനുണ്ടായിരുന്നത്. അവളെ ഉപദേശിക്കാനായിട്ടാണ് വന്നത് എന്ന് തോന്നും. ഇത്രയല്ലേ ആയുള്ളൂ, നിനക്ക് ചെറുപ്പമല്ലേ, ഇനി ഒരു ജീവിതം ഉണ്ടാവും, അപ്പം നീ അതിലൊന്നും കാര്യമായി വ്യസനിക്കേണ്ട കാര്യമല്ല എന്ന് പറയാൻ ചെയ്ത്. ഈ ചെറുപ്പക്കാരനായിട്ടുള്ള ആൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം പെൺകൗളി ചിരച്ച് കലശലായി പ്രവേശിച്ചു. കഷ്ടം തന്നെ, സത്യം ഇത്ര നിർദ്ദയമായി പറയാവോ? ഒരു മയമൊക്കെ വേണ്ടായോ? പെൺകൗളിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സന്ദർശകയുടെ സംഭാഷണം. കാര്യം അങ്ങനെയൊക്കെയാണ്, പക്ഷെ അങ്ങനെയാണെങ്കിലും അത് ഇത്ര യാതൊരു ദയയില്ലാണ്ട് ഇങ്ങനെ മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ പറ്റുമോ എന്നാണ് സന്ദർശക പറയുന്നത്, അല്ല പെൺകൗളി പറയുന്നു. അപ്പോൾ പെൺകൗളി തൻ്റെ പ്രതിഷേധം അറിയിച്ചത് ചിലച്ചുകൊണ്ടാണ്. ഗൗളി ചലച്ചു. സന്ദർശക ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഗൗളി ചലിച്ചത്. അപ്പോൾ ആൺഗൗളി അതിനുള്ള മറുപടി പറയുന്നുണ്ട്. ആൺഗൗളി അമർഷത്തോടെ ചോദിച്ചു, നീ ഇപ്പോൾ ചിലച്ചത് എന്തിനെ? മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും അവർക്ക് ഗൗളിയുടെ ചിലക്കലിൽ വലിയ വിശ്വാസമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? പ്രത്യേകിച്ച് ബുധനാഴ്ച തെക്ക് പടിഞ്ഞാറിരുന്ന് ഗൗളി ചിലച്ചാൽ ബന്ധുമരണം നിശ്ചയമെന്ന് അവരുടെ ശാസ്ത്രം. ദിവസങ്ങളായി ഈ ചെറുപ്പക്കാരി ശങ്കിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഈ നിമിഷം തീർപ്പായി. അതാണ് ആൺഗൗളി പറഞ്ഞത്. അവിടെയും മനുഷ്യരെ കളിയാക്കുകയാണ് ചെയ്തത്. അതായത് ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും വിശ്വാസങ്ങൾ എത്ര പുരോഗമിച്ചാലും ഒക്കെ അവരുടേതായിട്ടുള്ള അന്ധമായിട്ടുള്ള ചില വിശ്വാസങ്ങൾ അതേപോലെ തന്നെ തുടർന്നു കൊണ്ടുപോകും മനുഷ്യരെന്ന് അവിടെ കളിയാക്കുക. ഗൗളി ചലിച്ചാൽ സത്യമാവും എന്നുള്ള ആ ഒരു വിശ്വാസം. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മളെ പെൺഗൗളി കുറ്റബോധത്തോടു കൂടി തല താഴ്ത്തിച്ചേ, ഞാനതത്ര കരുതിയില്ല. അപ്പോൾ ആൺഗൗളി അപ്പോൾ ഒന്നും കൂടി ആ പുരുഷൻ്റെ അധികാരം അല്ലെങ്കിൽ പുരുഷാധിപത്യം, തനിക്ക് എല്ലാം അറിയാമെന്നുള്ള ഭാവം, അത് ആൺഗൗളി അവിടെ ഒന്നും കൂടി ഉറപ്പിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മനുഷ്യർ തലച്ചോറിനാണ് മുൻതൂക്കം നൽകുക, ഹൃദയത്തിനല്ല. ആണെങ്കിൽ തന്നെയും നീയൊന്ന് ആലോചിച്ച് നോക്കാം. തന്തയെ തീനി എന്ന ബഹുമതിയോടെ ആ പാവം കുഞ്ഞ് ഈ ലോകത്തിലേക്ക് വന്നാലത്തെ അവസ്ഥ, അതേ പിന്നെ ജീവിതം ദുസ്സഹമാവുകയില്ലേ? അപ്പോൾ രണ്ട് ഗൗളികൾ തമ്മിലുള്ള ആ ഒരു സംഭാഷണമാണ്. അപ്പോൾ ആൺഗൗളി പറയുകയാണ്, പ്രഗ്നൻ്റ് ആണെങ്കിൽ അത് കുട്ടി ജനിച്ചു വീഴുന്നതിന് മുമ്പേ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ അത് ഈ കുട്ടിയുടെ ദോഷം കൊണ്ടാണ് എന്നുള്ള ഒരു വിശ്വാസം. അത് എല്ലാവരും അങ്ങനെ പറഞ്ഞ് പരത്തില്ലേ, പിന്നെ എങ്ങനെ അതിന് ജീവിക്കാനും വല്ല സ്വൈരവും സമാധാനമൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യമാണ്. മുറിയിൽ നിശബ്ദതയുടെ നിഴല് കനക്കുന്നതറിഞ്ഞ് സന്ദർശക കടുത്ത ഇച്ഛാഭംഗത്തോടെ എഴുന്നേറ്റു. കാരണം അവിടെ ഇരിക്കുന്ന യുവതി ഒന്നിനും തന്നെ മറുപടി പറയുന്നില്ല. ഞാനിവിടെ ഇരുന്നാൽ ശരിയാവുകയില്ല, ഡോക്ടർ റൗണ്ട്സിന് വരേണ്ട സമയമായി. വീണ്ടും കാണാം. പട്ടുസാരിയുടെ മിനുക്കം വാതിൽ കടന്നു മറഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ്റെ കരുവാളിച്ച ചുണ്ടുകൾ ഞെറി. ആരതി, നീയത് ചെയ്യുമോ? ചെറുപ്പക്കാരി ഞെട്ടി. എന്ത്? എൻ്റെ കുഞ്ഞിനെ നീ കൊന്നുകളയുമോ? ചെറുപ്പക്കാരിയുടെ കണ്ണുകളിൽ നിന്ന് 2 കണ്ണുനീർത്തുള്ളികൾ പ്രയാണം ആരംഭിച്ചു. മുഖത്തിൻ്റെ അതിരിൽ ഒരു നിമിഷം ചിന്തിച്ചു നിന്ന് ചുട്ടുവീങ്ങുന്ന നെഞ്ചിലേക്ക് ചാടി. അപ്പോൾ നമ്മളുടെ ചെറുപ്പക്കാരിയുടെ അടുത്ത് നിന്ന് യാതൊരു പ്രതികരണവും ഇല്ലയെന്ന് കണ്ടപ്പോൾ സന്ദർശകയ്ക്ക് വലിയ നിരാശ തോന്നി. അവരെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല വിചാരിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവർ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ബോധത്തോടു കൂടിയിട്ടാണ് ചെറുപ്പക്കാരൻ അവിടെ കിടക്കുന്നത്.
അപ്പോൾ ചോദിച്ചു, നീ അവർ പറഞ്ഞത് ചെയ്യുമോ, അഥവാ പ്രഗ്നൻ്റ് ആണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതെയാക്കുമോ എന്നാണ് അയാളുടെ ചോദ്യം. അപ്പോൾ ഡോക്ടറും സംഘവും തിടുക്കത്തിലെ വാതിൽ കടന്നു വന്നു. ആൺഗൗളി പെൺഗൗളിയോട് പറഞ്ഞു, സത്യത്തിൽ ഈ ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുത്തത് ഈ ഭയങ്കരനാണ്. അപകടത്തിലേറ്റ പരിക്കു മൂലമാണല്ലോ ഇയാൾ മരിക്കാൻ പോകുന്നത്. ജനറൽ ഫിസിഷ്യൻ റഫർ ചെയ്തിരുന്നെങ്കിൽ അങ്ങേരെ മഞ്ഞപ്പിത്തത്തിന് ചികിത്സിക്കുമായിരുന്നു. ഈ മൂപ്പരുടെ ഈഗോ അതിന് സമ്മതിച്ചില്ല. ഇനിയിപ്പോൾ മരിക്കുകയല്ലാതെ മറ്റെന്ത് ഗതി? അപ്പോൾ സന്ദർശക പറഞ്ഞതുപോലെയുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം ആക്സിഡൻറ്റ് വന്നു, അതിനുശേഷം അയാൾക്ക് മഞ്ഞപ്പിത്തം പിടിച്ചു. അപ്പോൾ ആക്സിഡൻറ്റിൽ പറ്റിയ പരിക്കുകൾക്ക് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഒരു ജനറൽ മെഡിസിന് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളുടെ മഞ്ഞപ്പിത്തം കുറയായിരുന്നു. പക്ഷേ അയാളുടെ ഈഗോ, തനിക്ക് തന്നെ എല്ലാം അറിയാമെന്നുള്ള ഈഗോ, അത് മറ്റൊരാൾക്ക് ഇയാളെ ചികിത്സിക്കാൻ കൊടുക്കാൻ അയാൾ തയ്യാറാവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇയാളുടെ അസുഖം ഇങ്ങനെ മൂർച്ഛിച്ചത് എന്ന് ആൺഗൗളി പറയാം.